ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ മാത്സിൽ 9ാമത്തെ പാഠത്തിൽ 145 പേജ് മുതലാണ് കേട്ടോ. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. പാവ നിർമ്മാണം. പ്രവൃത്തി പരിചയ ക്യാമ്പിൽ കുട്ടികളെ പല കൂട്ടങ്ങളാക്കി. ഓരോ കൂട്ടവും 48 പാവയാണ് ഉണ്ടാക്കിയത്. ഇവ 6 പെട്ടിയിൽ തുല്യമായി വെക്കുകയാണ്. അപ്പോൾ 48 പാവയുണ്ട്, 6 പെട്ടിയുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നാമത്തെ കൂട്ടത്തിൻ്റെ നേതാവായ സന ചെയ്തത് നോക്കൂ. സന എങ്ങനെയാ ഓരോ പെട്ടിയിലും ആക്കി വെച്ചത്? 6 പെട്ടിയാണ്, 48 പാവയാണ്. അപ്പോൾ ഓരോന്നിലും അവൾ എത്ര വീതം വെച്ചു? ആകെ എത്ര പാവയാണ് പെട്ടിയിൽ വെച്ചത്? ഓരോ പാവ ആദ്യം ഓരോ പെട്ടിയിൽ വെച്ചു. അപ്പോൾ എത്ര പാവ ബാക്കിയുണ്ട്? 6 പാവയാണിപ്പോൾ ആയിട്ടുള്ളത്. ബാക്കി 42 പാവയുണ്ട് അല്ലേ? വീണ്ടും ഓരോന്നും കൂടി വെച്ചാലോ? അപ്പോൾ ഓരോ പെട്ടിയിലും എന്തായി? 2 എണ്ണം വീതമായി. ഇനി എത്ര പാവയാണ് ബാക്കിയുള്ളത്? എത്ര എണ്ണം കൂടി എടുത്തു? 6 എണ്ണം കൂടി എടുത്തു. അപ്പോൾ 48-ൽ നിന്ന് 12 പോയാൽ എത്രയാണ്? 36 അല്ലേ? ഇങ്ങനെ തുടർന്നാലോ? ഓരോ പെട്ടിയിലും ആകെ എത്ര പാവ വയ്ക്കാം? അപ്പം നമുക്ക് സൈഡിലെ ബോക്സ് നോക്കാം. 48-ൽ നിന്ന് ആദ്യം 6 വെച്ചപ്പോൾ 6 കുറഞ്ഞു, അപ്പം 42ആയി. വീണ്ടും 6 വെച്ചപ്പോൾ 36, വീണ്ടും 6 വെച്ചപ്പോൾ 30, വീണ്ടും 6 വെച്ചപ്പം 24, പിന്നെ 6 വെച്ചപ്പം 18, വീണ്ടും 6 വെച്ചപ്പോൾ എത്രയായി? 12, വീണ്ടും 6 വെച്ചപ്പം 6. അപ്പോൾ മൊത്തത്തിൽ എത്ര പ്രാവശ്യം 6നെ വെച്ചു? 8 പ്രാവശ്യം വെച്ചു അല്ലേ? അപ്പോൾ ഒരു പെട്ടിയിൽ 8 പാവ. അതായത് 8 ഗുണിക്കണം 6 സമം എത്രയാണ്? 48. ഓക്കെ, ഇതിനെ ഗണിത രൂപത്തിൽ എങ്ങനെ എഴുതാം? 48 ഹരിക്കണം 6 സമം 8. ഇനി ഇപ്പം നമ്മൾ ചെയ്തത് തന്നെ തുല്യമായി പാവകളെ വീതിച്ച ചിത്രത്തോടുകൂടെ അവിടെ തന്നിട്ടുണ്ട്. പാവകളുടെ എണ്ണം പിന്നെ ഒരു പെട്ടി മുതൽ 6ാമത്തെ പെട്ടി വരെ തന്നിട്ടുണ്ട്. ബാക്കി എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പെട്ടിയിൽ ആദ്യം 6 വെച്ചപ്പോൾ ബാക്കി 42, പിന്നെ വീണ്ടും 6 വെച്ചപ്പോൾ 36, വീണ്ടും 6 വെച്ചപ്പോൾ 30, വീണ്ടും 6 വെച്ചപ്പോൾ 24, വീണ്ടും 6 വെച്ചപ്പോൾ 18, വീണ്ടും 6 വെച്ചപ്പോൾ 12, പിന്നെ 6 വെച്ചപ്പോൾ 6, പിന്നെ ലാസ്റ്റുള്ള 6 കൂടെ വെച്ചപ്പോൾ 0. അപ്പോൾ ഓരോ പെട്ടിയിലും എത്രയായി? 8 എണ്ണം വീതമായില്ലേ? അതായത് 6 ഗുണിക്കണം 8 ആണ് എന്ത്? 48. 48 പാവകളെ തുല്യ എണ്ണമുള്ള 6 കൂട്ടമാക്കി. ഓരോ കൂട്ടത്തിലും 8 പാവയുണ്ട്. ഗണിത രൂപത്തിൽ എഴുതിയാൽ 48 ഹരിക്കണം 6 സമം 8. ഇനി 48 പാവകളെ ഒരു പെട്ടിയിൽ 8 എണ്ണം വീതം എത്ര പെട്ടിയിൽ നിറയ്ക്കാം? എത്ര പെട്ടിയിലാണ് മക്കളെ നിറയ്ക്കുക? 6 പെട്ടിയിൽ അല്ലേ? 8 ഗുണിക്കണം 6 ആണ് 48. അടുത്തത് ഇങ്ങനെയും വയ്ക്കാം. രണ്ടാമത്തെ കൂട്ടം പെട്ടിയിൽ പാവ വെച്ചത് നോക്കൂ. ഓരോ പെട്ടിയിലും 5 എണ്ണം വീതം ആദ്യം തന്നെ വെച്ചു. അപ്പോൾ എത്ര പാവയാണ് ആയത്? 6 പെട്ടിയിലാണ്, ഒരു പെട്ടിയിൽ 5 എണ്ണം വീതമാണ്. അപ്പോൾ 6 ഗുണിക്കണം 5, 30 പാവ. ഇനി എത്ര എണ്ണം കൂടി വെക്കാനുണ്ട്? 48 പാവകളിൽ നിന്ന് 30 പാവ വെച്ചാൽ ബാക്കി എത്രയെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? 48 കുറയ്ക്കണം 30. അപ്പോൾ എത്രയാ? 18 പാവ കൂടി വെക്കാനുണ്ട്. ഓരോ പെട്ടിയിലും 5 എണ്ണം വീതം വീണ്ടും വെക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ? 5 എണ്ണം വെക്കണമെങ്കിൽ വീണ്ടും 30 എണ്ണം വേണം. അപ്പോൾ കഴിയൂല. അപ്പോൾ 2 എണ്ണം വീതം വെച്ചാൽ എത്ര എണ്ണം വെക്കാം? 2 ഗുണിക്കണം 6 പെട്ടിയിലാണ്. അപ്പോൾ 2 ഗുണിക്കണം 6, 12 എണ്ണം വെക്കാം. ബാക്കി വന്നത് എത്രയാ? 18-ൽ നിന്ന് 12 പോയാൽ ബാക്കി 6 ആണ് വന്നത്. ഇനി ഇവ എത്ര എണ്ണം വീതം വെക്കാം? ഓരോന്നും വീതം വെക്കാം അല്ലേ? ഓരോ എണ്ണം വീതം വെക്കാം. 6 പെട്ടിയിൽ 6 എണ്ണം ഓരോന്ന് വീതം വെച്ചാൽ 1 ഇൻറ്റു അല്ലേ? 1 ഗുണിക്കണം 6 സമം 6. അങ്ങനെയെങ്കിൽ ഓരോ പെട്ടിയിലും ആകെ എത്ര എണ്ണം? ആദ്യം 5 ആണ് ഒരു പെട്ടിയിൽ വെച്ചത്, പിന്നെ 2 വെച്ചു, പിന്നെ 1 വെച്ചു. അപ്പോഴും 8 തന്നെയല്ലേ ഉത്തരം? ഇനി നേരത്തേതുപോലെ തന്നെ ഈ ഒരു പാവ വെച്ചത് ചിത്രത്തിലൂടെ കാണിക്കുകയാണ്.
പാവകളുടെ എണ്ണം ആദ്യം തന്നിട്ടുണ്ട്. 6 പെട്ടിയാണുള്ളത്. ഒരു പെട്ടിയിൽ 5 എണ്ണം വീതം. അപ്പോൾ 6 ഗുണിക്കണം 5 30. അപ്പോൾ എത്രയായി? 48-ൽ നിന്നും 30 പോയാൽ 18. പിന്നെ ആ 18-ൽ ഓരോ പെട്ടിയിലേക്കും 2 എണ്ണം വീതം വെച്ചു. അപ്പോൾ 6 ഗുണിക്കണം 2 എത്രയായി? 12 അപ്പോൾ 18-ൽ നിന്ന് 12 പോയാൽ പിന്നെ ബാക്കി 6 ഉള്ളത്. ആ 6 എന്ന് പറയുന്നത് നമുക്ക് 6 പെട്ടിയാണുള്ളത്. ഓരോന്ന് വീതം ഓരോ പെട്ടിയിലേക്ക് വെച്ച് കൊടുത്തു. ബാക്കി 0. അപ്പോൾ ഒരു പെട്ടിയിൽ എത്രയാണ് പാവുള്ളത്? 8. കാരണം എന്താ? അപ്പോൾ നമുക്ക് ആൻസർ 6 ഗുണിക്കണം 8 സമം 48. 48 പാവകളെ തുല്യ എണ്ണമുള്ള 6 കൂട്ടമാക്കി. ഓരോ കൂട്ടത്തിലും 8 പാവയുണ്ട്. ഓക്കെ, ഗണിത രൂപത്തിൽ എഴുതിയാൽ 48 ഹരിക്കണം 6 സമം എത്രയാ? 8. അതായത് 8 ഗുണിക്കണം 6 സമം 48. ഇനി ക്രിയ ഇങ്ങനെയും എഴുതാം. 5 എണ്ണം വീതം വെച്ചാൽ 6 ഗുണിക്കണം 5 30. അപ്പോൾ 48-ൽ നിന്ന് 30 പോയപ്പോൾ 18. 2 എണ്ണം വീതം വെച്ചാൽ പിന്നെ 6 ഗുണിക്കണം 2 12. ബാക്കി 6. ഒരെണ്ണം വീതം വെച്ചാൽ 6 ഗുണിക്കണം 1 6. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ ഇപ്പുറം ഭാഗത്ത് യെല്ലോ ബോക്സ് എഴുതി നോക്കിക്കേ. 48 കുറയ്ക്കണം 30 ഹരണ രീതിയാണ് കേട്ടോ അത്. അപ്പോൾ എങ്ങനെയാ? നമ്മൾ 6 പെട്ടിയാണുള്ളത്. അപ്പോൾ മുകളിൽ 6 എന്ന് എഴുതിയിട്ടുണ്ട്. ആദ്യം നമുക്ക് അതിൽ 48-ൽ പോകുന്ന ഏതെങ്കിലും ഒരു നമ്പർ എടുക്കാം. അതിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ എടുക്കാം. അപ്പോൾ 5 എടുത്തിട്ടുണ്ട്. 5 6 എത്രയാ? 30 48-ൻ്റെ താഴെ എഴുതുക. എന്നിട്ട് അത് കുറയ്ക്കുക. 48-ൽ നിന്ന് 30 കുറയ്ക്കുമ്പോൾ 18. 18-ൽ പോകുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ എടുക്കുക. ഇവിടെ 2 എടുത്തിട്ടുള്ളത്. 6 2 12 താഴെ എഴുതി. ഇനി ആ 6-ലെ 1 കൊണ്ട് നമുക്ക് ഒരു 6 6 എന്ന് താഴോട്ട് എഴുതാം. അപ്പം 48 ഹരിക്കണം 6 സമം 8 എന്നും 6 ഗുണിക്കണം 8 സമം 48 എന്നും മനസ്സിലായല്ലോ. അടുത്തത് ഫ്രൂട്ട് സാലഡ്. ക്യാമ്പിൽ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്ന പ്രവർത്തനവുമുണ്ട്. അതിനായി കൊണ്ടുവന്നത് 48 ഓറഞ്ചാണ്. ഇത് കുട്ടികളുടെ 6 കൂട്ടത്തിനും തുല്യമായി വീതിക്കണം. ഇപ്പോഴും 48ഉം 6ഉം മാറുന്നില്ല കേട്ടോ. ആദ്യം ഓരോ കൂട്ടത്തിലും 6 എണ്ണം വീതം കൊടുത്തു. അപ്പോൾ ആകെ എത്ര എണ്ണ കൊടുത്തിട്ടുണ്ടാവുക? 6 കൂട്ടാണ്. ഓരോ കൂട്ടത്തിലും 6 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 6 ഗുണിക്കണം 6 36. ബാക്കി എത്രയുണ്ട്? 48 കുറയ്ക്കണം 36 എത്രയാ? 12. ഇനി ഇവ 2 എണ്ണം വീതം കൊടുത്താലോ ആകെ എത്ര എണ്ണം കൊടുക്കാം? 6 2 12 ആണല്ലേ. അപ്പോൾ 6 കൂട്ടത്തിനും 2 എണ്ണം വീതം കൊടുത്താൽ 12. അങ്ങനെയെങ്കിൽ ഓരോ കൂട്ടത്തിനും ആകെ എത്ര കിട്ടി? ആദ്യം 6 വീതം കൊടുത്തു, പിന്നെ 2 വീതം കൊടുത്തു. അപ്പോഴും 6 കൂട്ടണം 2 8 കിട്ടി. 48 ഓറഞ്ച് 6 കൂട്ടത്തിനും തുല്യമായി വീതിച്ചു കൊടുത്തപ്പോൾ ഓരോ കൂട്ടത്തിനും എത്ര എണ്ണം കിട്ടി? 8 എണ്ണം കിട്ടി. ഇത് ഗണിത രൂപത്തിൽ എഴുതൂ. 48 ഹരിക്കണം 6 സമം 8. ഇനി ഓറഞ്ച് വീതം വെച്ച രീതി ചിത്രത്തിലൂടെ തന്നിട്ടുണ്ട്. ആദ്യം ഓരോ കൂട്ടത്തിനും 6 വീതം കൊടുത്തു. അപ്പോൾ 6 ഗുണിക്കണം 6 എത്രയാ? 36 ഓറഞ്ചായി. അപ്പോൾ 48-ൽ നിന്ന് 36 കുറയ്ക്കുമ്പോൾ ബാക്കി 12 ഓറഞ്ചാണ് ഉള്ളത്. ആ 12 ഓരോ ഗ്രൂപ്പിനും നമ്മൾ എന്ത് ചെയ്തു? ഓരോ കൂട്ടത്തിനും 2 വീതം കൊടുത്തു. അപ്പോൾ 6 ഗുണിക്കണം 2 12 ആയില്ലേ. പിന്നെ 0 അല്ലേ ഉള്ളത്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും എത്ര കിട്ടി? ആദ്യം 6ഉം പിന്നെ 2ഉം കൊടുത്തപ്പോൾ 8 കിട്ടി. അതായത് 6 ഗുണിക്കണം 8 സമം 48. ഇനി ഓറഞ്ച് വീതം വെച്ചത് നമുക്ക് എങ്ങനെ എഴുതാം? 6 വീതം കൊടുത്താൽ 6 ഗുണിക്കണം 6 36. അപ്പോൾ 48-ൽ നിന്ന് 36 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 12. അതിന് നമുക്ക് 2 വീതം കൊടുത്താൽ 12 ആയല്ലോ. ഇനി ആ മഞ്ഞ നിറത്തിൽ കൊടുത്തിട്ടുള്ളത് 48-നെ 6 കൊണ്ട് ഹരിക്കുന്നതാണ് കേട്ടോ. 48 എന്ന് എഴുതി, എന്നിട്ട് 6 കൊണ്ട് ഹരിക്കേണ്ട സംഖ്യ മുകളിൽ എഴുതി. അപ്പോൾ എത്ര 6 പോകുന്നു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 6ൻ്റെ 48-ൻ്റെ ഉള്ളിലുള്ള ഒരു ഗുണനം എഴുതാം. ഇവിടെ ആദ്യം 6 ഓറഞ്ച് അല്ലേ കൊടുത്ത്, അതുകൊണ്ട് തന്നെ 6 എഴുതി. അപ്പോൾ 6 6 36 എന്നത് 48-ൻ്റെ ചുവടെ എഴുതി.
48-ൽ നിന്ന് 36 കുറച്ചപ്പോൾ 12. 12-ൽ എത്ര 6 പോവും? ഒരാറ് 6, 2 6 12. അപ്പോൾ 2 എന്ന് ഇവിടെ എഴുതി, 6 മുകളിലും. അപ്പോൾ 2 6 12. അപ്പോൾ ബാക്കി 0. അതായത് 48 ഹരിക്കണം 6 സമം 8 ആണ്. 6 ഗുണിക്കണം 8 സമം 48ഉമാണ്. 2 തവണ മാത്രം. ഓരോ കൂട്ടത്തിനും 2 തവണ മാത്രം ഓറഞ്ച് കൊടുത്താൽ ഏതെല്ലാം രീതിയിൽ തുല്യമായിട്ട് വീതിക്കാം? ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ എഴുതി നോക്കൂ. വേറെയും വഴികളുണ്ടോ? തൊട്ട് മുൻപ് നമ്മൾ ചെയ്തില്ലേ, അതുപോലെ ഓറഞ്ചിനെ എന്താണ് 2 കൂട്ടമായിട്ടേ വിധിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഏതൊക്കെ ഗുണനങ്ങൾ 48 വരുന്ന ഏതൊക്കെ ഗുണനങ്ങൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 6 കൂട്ടങ്ങളാണുള്ളത്, 6 ഗ്രൂപ്പാണുള്ളത്. അപ്പോൾ 6 വീതം ആദ്യം കൊടുത്തപ്പോൾ 36, പിന്നെ 2 വീതം കൊടുത്തപ്പോൾ 12. അപ്പോൾ എത്രയായി? 48ആയി. അങ്ങനെയെങ്കിൽ 6 കൂട്ടണം 2 സമം 8. ഇനി 48നെ നമുക്ക് വേറെ ഏതൊക്കെ രീതിയിൽ കൊടുക്കാം? 2 എണ്ണം മാത്രമേ ആക്കിയിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് 48ൻ്റെ ഉള്ളിൽ വരുന്ന വേറൊരു ഗുണനം എടുക്കാം. 24 എടുത്താലോ? എത്ര 6 ആണ് 24? 6 4 24. അപ്പോൾ ഇവിടെ നമുക്ക് 4 എന്ന് എഴുതാം. 6 4 എത്രയാ? 24 ആണ്. ഇനി നമ്മൾ 48-ൽ നിന്ന് 24 കുറയ്ക്കണം. അപ്പോൾ 48ൻ്റെ ഉള്ളിൽ 6ൻ്റെ ഗുണനങ്ങളിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും താഴെ എഴുതാം കേട്ടോ. എന്നിട്ട് അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ ബാക്കി എത്രയാ? 24. വീണ്ടും 24ആണല്ലേ കിട്ടിയത്. അപ്പോൾ 24-ൽ എത്ര 6 ഉണ്ട്? 4 6 തന്നെ. അപ്പോൾ 4 6 24. അപ്പോൾ 24-ൽ നിന്ന് 24 കുറച്ചാൽ 0 ആണല്ലേ. അപ്പോൾ സൈഡിലുള്ള 4ഉം 4ഉം കൂട്ടിയാൽ ഒരു കൂട്ടത്തിന് എത്ര കിട്ടി? 8 കിട്ടി. ഇനി നമുക്ക് ആദ്യം 5 കൊടുക്കാം അല്ലേ. 5 കൊടുത്താലോ? 6 5 30 അപ്പോൾ 48-ൽ നിന്ന് 30 കുറച്ചാൽ 18. 18-ൽ പിന്നെ എത്ര 6 പോകും നോക്കുക. അപ്പോൾ ഗുണനപ്പട്ടിക ചൊല്ലി നോക്കുക. 1 6 6, 2 6 12, 3 6 18. അപ്പോൾ 3 ഇവിടെ സൈഡിൽ എഴുതി, 6 മുകളിലുണ്ട്, താഴേക്ക് 18. 18-ൽ നിന്ന് 18 കുറച്ചാൽ 0. അപ്പോൾ സൈഡിലുള്ള 5ഉം 3ഉം കൂട്ടിയാൽ ഒരു കൂട്ടത്തിന് 8. അടുത്തത് നമുക്ക് ആദ്യം ഒരു കൂട്ടത്തിന് 7 എണ്ണം കൊടുക്കാം. 7 എണ്ണം കൊടുക്കുമ്പം 6 7 എത്രയാ? 42. 48-ൽ നിന്ന് 42 കുറയ്ക്കുമ്പോൾ 6. അപ്പോൾ 1 6 ആണ് 6. അപ്പോൾ 0 അല്ലേ. 6-ൽ നിന്ന് 6 കുറച്ചാൽ 0. അപ്പോൾ സൈഡിലുള്ള നോക്കിക്കുക. ആദ്യം നമ്മൾ 7 കൊടുത്തു, പിന്നെ 1 കൊടുത്തു. അപ്പോൾ 8 ആണ് ഒരു കൂട്ടത്തിന് കിട്ടിയത്. അപ്പോൾ ഒരു കൂട്ടത്തിന് 8 കിട്ടുന്ന 42 എണ്ണമുള്ള പല കൂട്ടങ്ങളാണ് കേട്ടോ അവിടെ തന്നിട്ടുള്ളത്. ഇനി പസിൽ കോർണറാണ്. ഓരോ വരയിലെയും 3 സംഖ്യകൾ ഗുണിച്ചാൽ 72 കിട്ടണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചിത്രം കാണുമ്പോൾ തന്നെ എന്ത് മനസ്സിലാക്കുക? താഴെയുള്ള 3 ആ ഒരു ചെറിയ കള്ളിയും അതുപോലെ നടുവിലെ 2 കള്ളിയിലെയും ഉത്തരത്തിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 72 കിട്ടും. അതായത് ആ നടുക്കെത്തുമ്പോൾ എന്താണ്? 72ൻ്റെ പകുതിയാണ് ആവേണ്ടി. എന്നാലല്ല 2 കൊണ്ട് ഗുണിക്കുമ്പോൾ പിന്നെ 72 ആവുള്ളൂ. അപ്പോൾ 72ൻ്റെ പകുതി എത്രയാ? 36. അപ്പോൾ നടുക്കെത്തുമ്പോൾ 36 കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഇതേ സംഖ്യകൾ തന്നെ എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. ഇവിടെ 4ഉം 9ഉം ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 9 4 എത്രയാ? 36 36 2 72. ഇനി താഴെയോ? 4 ഗുണിക്കണം 2 ഗുണിക്കണം 9. അപ്പോൾ 36ഉം 2ഉം 72. പിന്നെ ഇപ്പുറം ഭാഗത്തും എന്താണ്? 2 4 9. അപ്പോഴും 72. ഇനി ഇതേ നമ്പർ അല്ലാതെ വേറെയും എഴുതാം കേട്ടോ. പക്ഷെ 36 കിട്ടുന്ന ഗുണനങ്ങളായിരിക്കണം. ഇനി താഴെ ഈ ബോക്സ് തന്നിട്ടുണ്ട്. നടുവിലത്തെ ബോക്സിൽ 2 എന്നും തന്നിട്ടുണ്ട്. വിലങ്ങനെയും കുത്തനെയുമുള്ള 3 സംഖ്യകൾ ഗുണിച്ചാൽ 72 കിട്ടണം. നടുക്കുള്ള സംഖ്യ 2ന് പകരം 3 4 എന്നിവ ആയാൽ മറ്റ് സംഖ്യകൾ കണക്കാക്കാമോ? ആദ്യം 2 ആണെങ്കിൽ എത്രയാ കിട്ടുക? പിന്നെ 36 കിട്ടണം. 2 തലക്കലുള്ള 2 നമ്പേഴ്സും കൂടി 2 സംഖ്യകൾ. അപ്പോൾ നമുക്ക് 36ൻ്റെ ഗുണനങ്ങൾ മുകളിലും താഴെയും കൂടെ ആയിട്ട് എഴുതാം. 2 കൊണ്ട് ഗുണിക്കുമ്പം 72 കിട്ടേണ്ടത് കൊണ്ടാണ് കേട്ടോ 36 നമ്മൾ എടുത്തത്. 72ൻ്റെ പകുതി. അപ്പോൾ 9 ഗുണിക്കണം 2 എത്രയാ? 18 ആണ്. 18 4
72. പിന്നെ 6 6 36 36 2 72. ഇങ്ങനെ കിട്ടും. ഇത് തന്നെ എഴുതണമെന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ. 36ൻ്റെ മറ്റ് ഗുണനങ്ങളും നിങ്ങൾക്ക് എഴുതാം. ഇനി നമുക്ക് നടുവിലെത്തത് 3 ആക്കിയാൽ എന്ത് മാറ്റം വരും? നടുവിൽ 3 ആക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് വശത്തുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിട്ട് 3 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 72 കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ 72ൻ്റെ 3 ഭാഗമാണ് ഇവിടെ എടുക്കേണ്ടത്. 72ൻ്റെ 3 ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാ? 24 24 24 അല്ലേ? 3 24 72. അപ്പം നമുക്ക് 24 രണ്ട് വശങ്ങളിലും അതുപോലെ മുകളിലും താഴെയുള്ളതും തമ്മിൽ ഗുണിക്കുമ്പം കിട്ടേണ്ടത്. അപ്പോൾ 24ൻ്റെ ഗുണിതങ്ങൾ ഏത് വേണമെങ്കിലും എഴുതാം. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് 8 ഗുണിക്കണം 3 24, 6 ഗുണിക്കണം 4 24. അപ്പോൾ എന്ത് ചെയ്യുക? 4 ഗുണിക്കണം 3 ഗുണിക്കണം 6 എത്രയാ? 4 3 12, 12 6 72. അതുപോലെ 8 ഗുണിക്കണം 3 എത്രയാ? 24. 24നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 72. ഇനി നടുവിൽ 4 ആക്കുകയാണെങ്കിലോ 72നെ 4 കൊണ്ട് ഹരിച്ചത് അതിന് 72ൻ്റെ 4 ഭാഗമാണ് നമുക്കപ്പോൾ കിട്ടേണ്ടത്. എന്നിട്ട് 4നെ കൊണ്ട് ഗുണിക്കുമ്പോൾ 72 കിട്ടും. അപ്പം 72 ഹരിക്കണം 4 എത്രയാ? അതിന് മക്കൾ എത്ര 4 72 എന്ന് നോക്കിയാൽ മതി. 10 4 40 20 4 80 അല്ലേ? അപ്പോൾ 19 4 എത്രയായിരിക്കും? 80ൽ നിന്ന് 4 കുറയ്ക്കുന്നത് എത്രയാ? 76. ഇനി 18 4 എത്രയായിരിക്കും? 72. 76ൽ നിന്ന് 4 കൂടെ കുറയ്ക്കുന്നത്. ഓക്കെ. അപ്പോൾ 18 നമുക്ക് രണ്ട് സൈഡിലുള്ള വശങ്ങൾ ഗുണിക്കുമ്പം കിട്ടേണ്ടത്. അതിനോട് 4 ഗുണിക്കുമ്പം 72 കിട്ടും. അപ്പോൾ 18ൻ്റെ ഏത് ഗുണിതങ്ങളും മക്കൾക്ക് എഴുതാം. ഞാൻ മുകളിൽ 9ഉം താഴെ 2ഉം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എത്രയാ? 9 ഗുണിക്കണം 2 18 18നെ നടുക്കുള്ള 4 കൊണ്ട് ഗുണിക്കുമ്പം 72. ഇനി 6 ഗുണിക്കണം 3 18 അപ്പോൾ അതിനോട് 4നെ കൊണ്ട് ഗുണിക്കുമ്പം 72. ഈ രീതിയിലാണ് കേട്ടോ വരിക. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.